എല്ലാവർക്കും മരിയാസ് വർക്ക്ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ആർട്ട് ഫോം ലിപ്പൻ ആർട്ട് എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമാണ്. ഇതിന് മറ്റൊരു പേരാണ് മിറർ ആർട്ട് അല്ലെങ്കിൽ മിറർ മൊസൈക്ക് ആർട്ട് എന്നുള്ള പേരുകളിലൊക്കെ ഇത് അറിയപ്പെടാറുണ്ട്. മിറർ ആർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മിറേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ട് ഫോം. ഞാൻ ഈ ആർട്ട് ഇവിടെ ചെയ്യുന്നത് MDF ബോർഡിലാണ്. ഇത് നമുക്ക് ഇതുപോലെ പല ഷേപ്പിൽ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും. അതിലാദ്യം കോമ്പസ് യൂസ് ചെയ്തിട്ട് പല ഡയമീറ്ററിലുള്ള വൃത്തങ്ങൾ ഇതുപോലെ സർക്കിൾസ് നമ്മൾ വരച്ചെടുത്തിരിക്കുകയാണ്. അതിനുശേഷം സ്ക്വയർ ഷേപ്പിലുള്ള ഈ മിറർ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ലിപ്പൻ ആർട്ട് അതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഗുജറാത്തിലുള്ള കച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഉത്ഭവിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ലിപ്പൻ ആർട്ട് അവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മ്യൂറൽ ആർട്ടാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് കാലങ്ങളിൽ കണ്ടുവന്നിരുന്നൊരു ശീലമാണ് വീടിൻ്റെ അകംഭാഗത്തൊക്കെ നമ്മൾ ഈ ചാണകം കൊണ്ട് മെഴുകുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. കച്ചിലുള്ള ആളുകൾ പണ്ട് കാലത്ത് ഇത്തരത്തിലുള്ളൊരു രീതിക്കാണ് ഈ ഒരു ആർട്ട് ഫോം അല്ലെങ്കിൽ ഈ ഒരു രീതി അവർ ചെയ്തു പോന്നിരുന്നത്. അവർക്ക് ലോക്കലി അവൈലബിൾ ആയിരുന്ന കളിമണ്ണും അതുപോലെ തന്നെ ചാണകമൊക്കെ ഉപയോഗിച്ച് വീടിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആർട്ട് ഫോമാണ് ഈ ലിപ്പൻ ആർട്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് സുലഭമായിട്ട് ലിപ്പൻ ആർട്ട് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള മിറേഴ്സും അതുപോലെ ലിപ്പൻ ആർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രത്യേക തരത്തിലുള്ള മാർബിൾ പൗഡേഴ്സും ഇതുപോലെ കോൺസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ വസ്തുക്കളെല്ലാം നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ലിപ്പൻ ആർട്ടിൻ്റെ കിറ്റാണ്. അതിൽ നിന്നുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ ആർട്ട് മൊത്തം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മിറേഴ്സ് നമ്മുടെ ബോർഡിൽ ഒട്ടിച്ചതിന് ശേഷം ഫുൾ ഈ ലിപ്പൻ ആർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു കോൺ യൂസ് ചെയ്ത് ഫുൾ ഫില്ല് ചെയ്യുകയാണ്. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഈ മിററിന് മേലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ കോണിൻ്റെ അതായത് ഈ പൗഡറിൻ്റെ ഭാഗങ്ങൾ നമ്മൾ നന്നായിട്ട് തുടച്ച് നീക്കണം. നമ്മളൊരിക്കലും ഫില്ല് ചെയ്ത ഉടനെ തന്നെ നമ്മൾ തുടയ്ക്കരുത്. അത് കുറച്ച് ഉണക്കമായതിന് ശേഷം മാത്രമേ നമ്മളിതുപോലെ തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു കോണിൻ്റെ പേസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഫുള്ളായി ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത ഒരു ലിപ്പൻ ആർട്ട് ആണിത്. ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് നോക്കിയിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാം. പണ്ട് കാലത്ത് അവർ കളിമണ്ണ് കുഴച്ചാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് കുറച്ചും കൂടെ ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് മാർബിൾ പൗഡേഴ്സാണ് മെയിനായിട്ട് ലിപ്പൻ ആർട്ടിന് യൂസ് ചെയ്യുന്നത്. അത് ഒരു പേസ്റ്റ് പോലെ തന്നെ കുഴച്ചെടുത്തിട്ട് ആണ് അതിനു വേണ്ടി ഉപയോഗിക്കാറുള്ളത്. ഇത് നമ്മളുടെ ഫുള്ളായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ലിപ്പൻ ആർട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.